Let's go to the next question. Question number 8. Consider the following complex ion. നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെന്ന് ആരും നമ്മോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ദിസ് ഈസ് ഫ്രം കോഓർഡിനേഷൻ കോമ്പൗണ്ട്. സോ ദിസ് ഈസ് ഫ്രം കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നമ്മളിപ്പോ ഓരോ ആൾക്കാരെയും ഓരോ തന്നിരിക്കുന്ന കോംപ്ലക്സും അനലൈസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് Fe(F6)3-, പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് വനേഡിയം H2O6 2+, പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് Fe2+ H2O6 2+. The correct order of complex ion according to their spin only magnetic moment values. മക്കളെ, നമുക്കറിയാം തന്നിരിക്കുന്ന ഫ്ലോറിൻ അല്ലെങ്കിൽ വാട്ടർ ഇവരൊക്കെ നോർമലി ആരായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്? വീക്ക് ലിഗൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സപ്പോസ് വാട്ടറും കൊബാൾട്ട് 3+ആയിട്ടാണ് വന്നിരുന്നെങ്കിൽ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാമായിരുന്നു അവിടെ എന്ത് സംഭവിക്കും, പെയറിങ് നടക്കുമെന്ന്. ബട്ട് വി ഡോണ്ട് ഹാവ് കൊബാൾട്ട് 3+ ഓവർ ഹിയർ. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും വീക്ക് ലിഗൻഡ് ആണ്. തന്നിരിക്കുന്ന ഒരു കേസിലും പെയറിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെയുള്ള സെൻട്രൽ മെറ്റൽ ആറ്റത്തെ അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുമായി വെച്ച് അവിടെ എഴുതാം, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്കുള്ളത് Fe3+, അല്ലെ? രണ്ടാമത്തെ കേസിൽ നിങ്ങൾക്ക് അറിയാം വനേഡിയം 2+. നെക്സ്റ്റ് കേസ് അഗൈൻ വി ഹാവ് Fe2+. ഓക്കെ, ഫ്ലൂറിൻ ഈസ് വൺ ഓഫ് ദ വീക്ക് ലിഗൻഡ്. അപ്പൊ അവിടെ പെയറിംഗ് ഇല്ല. അപ്പൊ ആദ്യം Fe3+ നമ്മൾ നോക്കുമ്പോൾ Fe3+ന്റെ കോൺഫിഗറേഷൻ വി ഹാവ് D5 configuration, and Fe2+ന്റെ configuration it's a D6 configuration. Vanadium 2+, see, scandium, titanium, vanadium. Vanadium നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Vanadium means D3s2. D3s2. Vanadium 2+ means D3. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെയുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ലെറ്റ്സ് തിങ്ക് ഓഫ് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. D5 ആണെങ്കിൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉറപ്പായും 5 അല്ലേ വരിക. D3 ആരോ ആയിക്കോട്ടെ, നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഈസ് 3. D6 പെയറിംഗ് ഇല്ല, സോ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഈസ് 4. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ P-നാണ്, P കഴിഞ്ഞാൽ R-നാണ്, R കഴിഞ്ഞാൽ Q-നാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഓപ്ഷൻ ഏത് സെലക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ P is greater than R, അല്ലെ? സോ ലെറ്റ്സ് തിങ്ക് ഓഫ് ഓപ്ഷൻ 3. ഇനി നമുക്കറിയാം സ്പിൻലി മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ ബോർ മാഗ്നറ്റിൽ അവർ നമ്മളോട് ചോദിച്ചിട്ടില്ല. അതുണ്ടായിരുന്നു നമ്മൾ അയാൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാഗ്നറ്റിക് മൊമെന്റ് ഇൻ ബോർ മാഗ്നറ്റോൺ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലെ n into what comes there n+2. This is what we studied, അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ we can finalize, or option 3 comes as the answer.